ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അവള് നിങ്ങളെ നന്നായിട്ട് മിസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില പ്രധാനപ്പെട്ട സൈക്കോളജിക്കൽ ട്രിക്സ് ആണ്. ഈ അവളെന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി നമ്മളെ വേണ്ടെന്ന് പറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ മിസ് ചെയ്യിപ്പിച്ച് നമ്മളെക്കുറിച്ച് കൂടുതലായിട്ട് തിങ്ക് ചെയ്യിപ്പിച്ച് ആ വ്യക്തി നമ്മളെ വേണമെന്ന് പറഞ്ഞ് നമ്മുടെ പുറകെ വരണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന 5 സൈക്കോളജിക്കൽ ട്രിക്സ് ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ടോപ്പിക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു അനൗൺസ്മെൻറ്റ് നടത്താതെ, അനൗൺസ്മെൻറ്റ് മീൻസ് അവരോട് പറയാതെ അവരുടെ ലൈഫിൽ നിന്നും ഡിസപ്പിയർ ആവുക. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പിണക്കുണ്ടാവുന്ന സമയത്ത് നമ്മൾ സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളാണെങ്കിൽ നമ്മൾ സംസാരിച്ചാൽ സോൾവ് ആവും. സംസാരിച്ചിട്ടൊന്നും സോൾവ് ആവുന്നില്ല, ബ്രേക്കപ്പ് പറഞ്ഞ് പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവരെ പുറകെ മെസ്സേജ് അയച്ച് ബെഗ് ചെയ്ത് കാല് പിടിച്ച് പോവാതിരിക്കുക, ഡിസപ്പിയർ ആവുക. അതാണ് ഏറ്റവും വലിയ സീക്രട്ട്. ഇതിന് പകരം നിങ്ങൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ മിസ്റ്റേക്ക് വരുത്തിയത്, ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ടല്ലോ അവർക്ക് അവിടെ തിങ്ക് ചെയ്യാനുള്ളൊരു അവസരം നമ്മൾ കൊടുക്കുന്നില്ല. കാരണം അവർ ചിന്തിച്ച് കണ്ടെത്തേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അവർക്ക് എല്ലാറ്റിനും ഒരു ക്ലാരിറ്റി കിട്ടും, പെട്ടെന്ന് തീരുമാനം എടുത്ത് നമ്മുടെ ലൈഫിൽ നിന്നാണ് പോയി കിട്ടും. അപ്പം അതിന് പകരം നമ്മൾ പെട്ടെന്ന് ഡിസപ്പിയർ ആകുന്ന സമയത്ത് ഞാൻ പറയുന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം. പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമാണെങ്കിൽ പറഞ്ഞ് തീർക്കുക. അങ്ങനത്തെ ഒന്നും വിഷയമല്ല. ബ്രേക്കപ്പ് പറഞ്ഞ് പോവുകയാണെങ്കിൽ അങ്ങോട്ട് വിട്ടേക്കുക. ഡിസപ്പിയർ ആവണം നിങ്ങൾ പെട്ടെന്ന്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തിങ്കിങ് നടക്കും. പെട്ടെന്ന് നിങ്ങൾ യാതൊരു തരത്തിലുള്ള കണക്ഷനും ഇല്ല. അങ്ങനെ വരുമ്പോൾ അവിടെ തിങ്കിങ് സ്റ്റാർട്ട് ചെയ്യും. അവരിങ്ങനെ പല രീതിയിൽ ചിന്തിക്കും, പഴയ കാര്യങ്ങൾ ഓർക്കാൻ തുടങ്ങും, ഗുഡ് മെമ്മറീസ്, നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻസ്, അവർക്ക് നിങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോൾ കിട്ടിയിരുന്ന ആ ഒരു ഇമോഷണൽ സപ്പോർട്ട്, ഇതെല്ലാം അവരിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവരുടെ ഓരോ ആലോചനയിലും അവർ പീസ്ഫുൾ ആയിട്ടാണ് ഇരിക്കുന്നത്. കാരണം അവർക്കൊരു റിലാക്സേഷൻ കിട്ടുന്നുണ്ട്, നിങ്ങൾ ശല്യം ചെയ്യുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ അവരിങ്ങനെ കുഴപ്പമില്ല നല്ല നല്ല കാര്യങ്ങൾ ആലോചിക്കാൻ തുടങ്ങും. അപ്പം എന്തുകൊണ്ടും നിങ്ങൾ ലൈഫിൽ ഉണ്ടാവുന്നത് നല്ലതാണെന്നുള്ള ഒരു തോന്നൽ അവർക്കുണ്ടാവും. അങ്ങനെ അവിടെ നല്ല രീതിയിൽ തോട്ട് പ്രോസസ്സ് നടക്കും. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യുകയാണ്. നിങ്ങൾ അങ്ങോട്ട് മെസ്സേജ് അയക്കുന്നില്ല. രണ്ടാമത്തെ ടിപ്പാണ് കേട്ടോ പറയുന്നത്. നിങ്ങൾ അങ്ങോട്ട് ചേസ് ചെയ്യാൻ പോകരുത്, മെസ്സേജ് അയക്കരുത്, കോൾ ചെയ്യരുത്. നിങ്ങൾ പല ആളുകളെയും വിട്ടിട്ട് അവരെ അവസ്ഥ എന്താണെന്നുള്ളതൊന്നും അന്വേഷിക്കാൻ നിൽക്കരുത്. അങ്ങനെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും വിട്ടു നിൽക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത തോട്ട് വരും. ഇവനിപ്പോൾ എന്താ എന്നോട് തീരെ ഒരു മൈൻഡ് ഇല്ലാത്തത്, ഇവനെങ്ങനെ ഇത്രയും പെട്ടെന്ന് മൂവ് ഓൺ ആവാൻ കഴിഞ്ഞത്, ഇവനെന്നെ ആത്മാർത്ഥമായിട്ടല്ലേ സ്നേഹിച്ചിട്ടുള്ളത്. ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും അവിടെ ഉള്ളിൻ്റെ ഉള്ളിൽ വരും. അങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ലൂപ്പായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ വരുമ്പോൾ അവർക്ക് അതിനൊരു സൊല്യൂഷൻ കിട്ടാതെ അവർക്കൊരിക്കലും ഈ ഒരു റിലേഷൻഷിപ്പ് ഒന്ന് മൂവ് ഓൺ ആവാൻ പറ്റില്ല, വേറൊരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കാനും പറ്റില്ല. അപ്പം നിങ്ങളിവിടെ ചേസ് ചെയ്യാണ്ട് നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്തിട്ട് മെസ്സേജ് അയക്കാതെ കോൾ ചെയ്യാതെയൊക്കെ പിടിച്ചു നിൽക്കുമ്പോൾ അപ്പുറത്ത് സംഭവിക്കുന്ന എന്താ, നിങ്ങളോടൊരു പ്രത്യേക അട്രാക്ഷനാണ് അവർക്ക് വരുന്നത്. എന്തുകൊണ്ട് ഇവനിങ്ങനെ, അതറിയാണ്ട് അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും. ഒപ്പം തന്നെ ടെൻഷൻ ഉണ്ടാവും, നഷ്ടപ്പെടുമെന്നുള്ള പേടി ഉണ്ടാവും. അതൊക്കെയാണ് അവിടെ സംഭവിക്കുക. ചില ആളുകൾ പറയും, ഞാൻ വിളിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ അവളെന്നെ ഉപേക്ഷിച്ച് പോവോ, അല്ലെങ്കിൽ അവളെ ഓക്കെ ആവുമോ. അത് നിങ്ങൾ റിയലായിട്ട് സ്നേഹിക്കാത്ത ആളുകളുടെ പേടിയാണ്. നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചിട്ടുള്ളതെങ്കിൽ, ആ വ്യക്തിക്ക് ആ സ്നേഹം ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി എങ്ങോട്ടും പോകാൻ പോകുന്നില്ല. നിങ്ങൾ ഒരാഴ്ചയോ 2 ആഴ്ചയോ 3 ആഴ്ചയോ കോണ്ടാക്ട് ചെയ്യാണ്ടിരുന്നതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആ സ്നേഹം പെട്ടെന്ന് ഇല്ലാണ്ടാവുന്നില്ല. എന്തെങ്കിലും പിണക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് പതിയെ ഹീലായി വരത്തേ ഉള്ളൂ. അപ്പം ആ കാര്യത്തിലൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, മനസ്സിലായോ? അപ്പം അത് നന്നായിട്ട് നിങ്ങൾ ഈ ഒരു ട്രിക്ക് അപ്ലൈ ചെയ്യുക. രണ്ടാമത് പറഞ്ഞാൽ ചേസ് ചെയ്യരുത്, കോൾ ചെയ്യരുത്, മെസ്സേജ് ചെയ്യരുത്. നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ലൈഫ് നിങ്ങൾ പതിയെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. അത് 2 കാര്യങ്ങൾക്കാണ്. ഒന്ന്, അവളെ കാണിക്കാൻ,
അവളെ കാണിക്കണേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈക്കോളജിക്കൽ ട്രിക്കാണ്. പക്ഷെ പലരും അവളെ കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ആളുകളുണ്ട്. അത് ശരിയല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു അപ്ഡേഷൻ കൊണ്ടുവരണം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ആക്ഷൻസ് എടുക്കുക. ഫിറ്റ്നസ്സിലൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് ബോഡിയൊക്കെ ഫിറ്റായിട്ടിരിക്കുക. അങ്ങനെ നമ്മൾ വെൽ ഡ്രസ്ഡ് ആവുക. നമ്മുടെ ലൈഫ് സ്റ്റൈൽ ടോട്ടലി ഒന്ന് ചേഞ്ച് ചെയ്യുക. അതുവഴി നമ്മുടെ ഇമോഷൻസിൽ വലിയ രീതിയിലുള്ള വ്യത്യാസം വരും. നമുക്ക് പുതിയൊരു ഐഡൻറ്റിറ്റി ഉണ്ടാവും. മനസ്സിലായോ? അപ്പം നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യണം. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുക, അല്ലാതെ അവളെ കാണിക്കാൻ വേണ്ടി എന്നുള്ള രീതിയിലല്ല. അവളെ കാണിക്കുക എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ ട്രിക്കാണ്. അതവിടെ നിൽക്കട്ടെ, അത് നമുക്ക് ചെയ്യാം. അത് നമുക്ക് സോഷ്യൽ മീഡിയാസിലും കാര്യങ്ങളിലൊക്കെ നമുക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അവിടെ അവരെ അറിയിക്കാം. നമ്മൾ ജിമ്മിൽ പോകുന്നുണ്ട്, വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ ബർത്ത്ഡേ പാർട്ടിക്ക് പോകുന്നുണ്ട്, അവിടെ നമ്മൾ ഹാപ്പിയാണ്. ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നമുക്ക് ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ലൈഫ് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പുതിയൊരു ഐഡൻറ്റിറ്റി ഉണ്ടാകുമ്പോൾ, നമ്മുടെ ഇമോഷൻസിൽ ഒരുപാട് മാറ്റങ്ങൾ വരുമ്പോൾ അവർക്ക് നമ്മളോട് എന്തെന്നില്ലാത്ത ഒരു ചേസിങ് വരും. ഇവനിൽ വലിയൊരു മാറ്റം സംഭവിക്കുന്നല്ലോ, ഞാനില്ലെങ്കിൽ ഇവൻ കൂടുതൽ സക്സസ് ആവാൻ പോവുകയാണല്ലോ, അല്ലെങ്കിൽ ഞാനില്ലെങ്കിൽ ഇവൻ കൂടുതൽ ഹാപ്പി ആണല്ലോ. ഇങ്ങനെയൊക്കെയുള്ള തോട്ട്സ് അവർക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അവർ പല രീതിയിലും നിങ്ങളെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും. മ്യൂച്വൽ ഫ്രണ്ട്സ് വഴി, അല്ലെങ്കിൽ വേറെ എന്തൊക്കെ മാർഗങ്ങളുണ്ടോ അതൊക്കെ അവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ സീക്രട്ട്. നിങ്ങളുടെ ലൈഫ് അപ്ഗ്രേഡ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടി. ഓക്കെ, അത് പ്രത്യേകം നോട്ട് ചെയ്യുക. പിന്നെ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന നമ്മളെടുക്കുന്ന ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യാം. അത് അവർക്കൊരു ജലസ് ഉണ്ടാക്കാനും കൂടുതൽ ചേസ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു ടെൻഡൻസി ഉണ്ടാക്കും. അതൊരു സൈക്കോളജിക്കൽ ട്രിക്കാണ്. ഇനി അടുത്തതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. നിങ്ങളെ വേണ്ടാന്ന് പറഞ്ഞ് ഉറപ്പിച്ചൊരു തീരുമാനം പറഞ്ഞു പോയ ആളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന സമയത്ത് അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും. ചിലപ്പോൾ ഹായ്, ഗുഡ് മോർണിംഗ്, എവിടെയാ നമുക്ക് പറഞ്ഞിട്ട് മെസ്സേജ് വരും, അല്ലെങ്കിൽ ഗുഡ് നൈറ്റ് മെസ്സേജൊക്കെ വരും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു സഹായം ചോദിച്ചുകൊണ്ടൊക്കെ മെസ്സേജൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളായിട്ട് ഇപ്പോഴും ഒരു ആക്സസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവിടെ നമ്മൾ വീണ് പോകരുത്, നമ്മളവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. അതാണ് നാലാമത്തെ പോയിന്റ്. ഇമോഷണലി നമ്മൾ അവൈലബിൾ ആവരുത് എന്നുള്ളതാണ്. അതാണ് നാലാമത്തെ പോയിന്റ്. ഇമോഷണലി നമ്മൾ അവൈലബിൾ ആവുന്നത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. കാരണം അവരുടെ ഇമോഷൻസിനെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാതെ ഇങ്ങോട്ട് വളരെയധികം ചേസിങ് ഉണ്ടാവുന്ന സമയത്ത് അവർക്കൊരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട്, കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവർ മെസ്സേജ് അയക്കുക. നിങ്ങളുമായിട്ട് ഒരു ആക്സസ് ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അല്ലാതെ അവർ കമ്മിറ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റിലൊന്നുമല്ല മെസ്സേജ് അയക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അത് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അപ്പോൾ അങ്ങനെ ചെറിയ ഹായ്, ഗുഡ് മോർണിംഗ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്ത് വിടുക. മെസ്സേജിന് റിപ്ലൈ കൊടുക്കണ്ട. അവർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അവർ ടെക്സ്റ്റ് ചെയ്യട്ടെ. അതിനുള്ള ആക്സസ് ഉണ്ടല്ലോ, ഡീറ്റെയിൽഡ് ആയിട്ട് ടെക്സ്റ്റ് ചെയ്യാലോ. ഈ ആക്സസ് ഉണ്ടോയെന്ന് ചെക്കിങ് അല്ല. അവർക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ, എടാ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു, എൻ്റെ അടുത്ത് മിസ്റ്റേക്ക് പറ്റിപ്പോയി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ മെസ്സേജ് അയക്കട്ടെ ഡീറ്റെയിൽഡ് ആയിട്ട്. അതുവരെ വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ടാവട്ടെ, എപ്പോഴും കോളുകൾ വരിക, മെസ്സേജ് വരിക. അങ്ങനെ വല്ലാണ്ട് ഇങ്ങോട്ട് ചേസ് ചെയ്യുമ്പോൾ മാത്രം നിങ്ങൾ റെസ്പോണ്ട് ചെയ്താൽ മതി. അല്ലാതെ ഈ ആക്സസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെസ്സേജിങ്ങിലൊന്നും നിങ്ങൾ വീണ് പോകരുത്. ഇതാണ് നാലാമത്തെ കാര്യം. കാരണം അവർ ഇമോഷണലി നമ്മൾ അവൈലബിൾ ആയി കൊടുത്തു കഴിഞ്ഞാൽ അവർ ഓക്കെ ആവും, ബെറ്റർ ആവും. ചിലപ്പോൾ അവർ മൂവ് ഓൺ ആയി പോവും. മനസ്സിലായോ? അപ്പം അത് ചെയ്യരുത് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ എപ്പോൾ ചെയ്യാം, നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊരു മെസ്സേജ് അയക്കുകയാണ്, തിരിച്ചു വരും എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കാം കേട്ടോ. അങ്ങനെ, അല്ലെങ്കിൽ നന്നായിട്ട് ഇങ്ങോട്ട് ചേസ് ചെയ്യട്ടെ, വിളിച്ച് സംസാരിക്കട്ടെ. അപ്പോൾ ആ രീതിയിൽ നമുക്കറിയാലോ അത്രയും അത്യാവശ്യമായിട്ട്, അല്ലെങ്കിൽ നമ്മളെ വേണം എന്നുള്ളത് കൊണ്ടാണ് നമ്മളെ വിളിക്കുന്നത് എന്നുള്ളത്. അല്ലാണ്ട് ഒരു ഹായ് ഹൂയ് അല്ലെങ്കിൽ ഒരു ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ് ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾ വീണു പോകരുത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, ഇതൊക്കെ സംഭവിക്കാം. ചിലപ്പോൾ മെസ്സേജ് വന്നില്ല എന്നൊക്കെ വരാം. അതൊന്നും നോക്കണ്ട. അടുത്ത സ്റ്റെപ്പ് എന്തായാലും മസ്റ്റായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം. മൂവ് ഓൺ ചെയ്യുക എന്ന് പറയുന്നത്. അത് നമ്മൾ ഫേക്ക് ചെയ്യല്ല വേണ്ട. പലപ്പോഴും നമ്മൾ ലോ ഓഫ് അട്രാക്ഷനിൽ പറയുന്നത് നമ്മൾ ഡിറ്റാച്ച്ഡ് ആവുക, അവരുമായിട്ട് വല്ലാണ്ട് ഒരു അറ്റാച്ച്മെന്റ് പാടില്ല, ചേസിങ് പാടില്ല എന്നൊക്കെ പറയും. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യും, ഞാൻ ഇനി കോണ്ടാക്ട് ചെയ്യാണ്ടിരിക്കാം, മെസ്സേജ് അയക്കാണ്ടിരിക്കാം. എന്തിന്? ആ ഡിറ്റാച്ച്മെന്റ് പ്രാക്ടീസിന്റെ ഭാഗമായിട്ട്
അപ്പോഴും അവൾ വരും 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 എന്ന് പ്രതീക്ഷിച്ചിട്ടായിരിക്കും നമ്മൾ ഈ ഡിറ്റാച്ച്ഡ് ആവുന്നത്. അവിടെയാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ലോ ഓഫ് അട്രാക്ഷൻ നിയമപ്രകാരം നമ്മൾ റിയലായിട്ട് മൂവ് ഓൺ ആവുക. പൂർണ്ണമായിട്ട് അവളില്ലെങ്കിൽ എൻ്റെ ലൈഫ് എങ്ങനെയായിരിക്കും, അവളില്ലെങ്കിൽ എനിക്ക് ജീവിക്കണ്ടേ, അവളില്ലെങ്കിൽ എനിക്ക് ഹാപ്പി ആവണ്ടേ, നമ്മുടെ ഹാപ്പിനെസ് എന്താണെന്ന് കണ്ടെത്തി നമ്മുടെ ഹോബീസ് കാര്യങ്ങളിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമ്മളെ ഓക്കെ ആക്കുക. ഇമോഷണലി നമ്മൾ മൊത്തത്തിൽ ടോട്ടലി ചേഞ്ച് ചെയ്യുക. ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന ഇമോഷൻസ് ക്യാരി ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. ആ മൂൺ ആവുക എന്ന് പറയുന്ന സംഭവം നിങ്ങളിൽ സംഭവിക്കേണ്ടത് റിയൽ ആയിട്ടാണ്, അല്ലാതെ ഫേക്ക് ചെയ്യല്ല വേണ്ടത്. അത് വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ്. അവൾ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഫേക്ക് ചെയ്യല്ല വേണ്ടത്. പക്ഷെ നിങ്ങൾ റിയൽ ആയിട്ട് മൂവ് ഓൺ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളോടുള്ള അട്രാക്ഷൻ കൂടത്തേ ഉള്ളൂ. അവൾക്ക് ഒരു ചലഞ്ചായിട്ട് വരും. അവൾ നിങ്ങളെ തേടി വരും. നിങ്ങൾ ലൈഫിൽ ഒരു ദിവസമെങ്കിലും അവൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്നേഹം തിരിച്ചറിഞ്ഞിട്ട് അവൾ വന്നിരിക്കും, യാതൊരു സംശയമില്ല. അത്രയും പവർഫുൾ ആണ്. അപ്പൊ റിയൽ ആയിട്ട് മൂവ് ഓൺ ആവുക എന്നുള്ളതാണ് 5ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. 100% റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ബോണസ് ആയിട്ട് ഒരു കാര്യം കൂടി ഞാൻ തരാം. എൻ്റെ ഫോളോവർ ആണെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് ചേസിങ് അഫർമേഷൻ എന്നൊന്ന് മെസ്സേജ് ചെയ്യുക. നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളെ കൂടുതൽ ചേസ് ചെയ്യാനും നിങ്ങളുടെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനുമുള്ള ഒരു പവർഫുൾ അഫർമേഷൻ ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അത് എല്ലാ ദിവസവും രാവിലെ എണീറ്റ ഉടനെ ഒരു 5 മിനിറ്റ്സ് മനസ്സിലിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു നോക്കുക. ഒരു 21 ദിവസം തുടർച്ചയായിട്ട് ചെയ്യാം. ആ വ്യക്തി നിങ്ങളെ തേടി വരും, നിങ്ങളെ ചേസ് ചെയ്യുന്നതായിരിക്കും. അത് മാക്സിമം പറയുന്ന സമയത്തൊന്ന് ഫീൽ ചെയ്തിട്ട് പറയുക കൂടി ചെയ്യുക. അപ്പോൾ അഫർമേഷൻ വേണ്ട ആളുകൾ മുകളിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ഇട്ടോ. ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ പരീക്ഷണത്തിനൊന്നും നിൽക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, ഡയറക്റ്റ് വിളിക്കുക. നിങ്ങളുടെ പ്രശ്നം എന്താണെന്നുള്ളത് ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് ഉണ്ടായിരിക്കും. നമുക്കത് സോൾവ് ചെയ്യാം. ലോ ഓഫ് അട്രാക്ഷനിൽ ധാരാളം സൊല്യൂഷൻസ് ഉണ്ട്. നമ്മൾ അവരെ പുറകെ പോകണ്ട, ബെഗ് ചെയ്യണ്ട, നമ്മുടെ വില കളയണ്ട. നമ്മൾ തന്നെ വീട്ടിലിരുന്ന് കുറച്ച് കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ഈസി ആയിട്ട് നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റും. 100% ഗ്യാരണ്ടി. സപ്പോർട്ട് വേണ്ട ആളുകൾ മുകളിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. നമുക്ക് പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.